15 വർഷത്തെ TMC ഭരണം അവസാനിപ്പിച്ച് സുവേന്ദു അധികാരി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതെ, പശ്ചിമ ബംഗാളിൽ. അപ്പോൾ അതിന് മുന്നിലത്തെ നിയമസഭാ ഇലക്ഷനിൽ അവരവിടെ 3 സീറ്റുകൾ മാത്രമാണ് BJP കയറിയത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലും അതുപോലെ 3 സീറ്റിൽ BJP വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗാളിൽ സംഭവിക്കുന്നത് കേരളത്തിലും സംഭവിക്കുമെന്നാണ് കുറച്ച് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ ഈ 3 സ്ഥലങ്ങളിലാണ് BJP സീറ്റ് പിടിച്ചിരിക്കുന്നത്, താമര വിരിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ വരും വർഷങ്ങൾ പിന്നിട്ട് 10 വർഷങ്ങൾക്ക് ശേഷം കേരള നിയമസഭയെ ബാലൻസ് ചെയ്യുന്ന ഒരു നിർണായക ശക്തിയായി മാറും എന്നുള്ള ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഒരു ഉറപ്പിലാണ് കേരളത്തിലെ BJP നേതൃത്വം. അതിന് അവരുടേതായിട്ടുള്ള കുറച്ച് ന്യായങ്ങളും അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കോൺഫിഡൻസുകളുണ്ട്. മെയിനായിട്ടുള്ളത് ഇടത് വലത് പാർട്ടികളുടെ മുന്നണികളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇനി ഈ പാർട്ടികൾക്ക് ബദലായി ഞങ്ങളുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇതിലൂടെ BJP തുറന്നു വയ്ക്കുന്നത്. ഒരു കാരണവശാലും മലയാളി ഇതുപോലുള്ള വർഗീയ ശക്തികളെ അടുപ്പിക്കില്ല എന്ന് പറയുമ്പോഴും ഒരു പിന്നിൽ നിന്നും, അതായത് പിൻവാതിലിലൂടെയുള്ളൊരു കടന്നുകയറ്റമാണ് ഇപ്പോൾ BJP നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം തന്നെ പിടിച്ചത്. CPM പാർട്ടിയുടെ ഒരു അഹങ്കാരത്തിനും അവരുടെ അധികാരമോഹത്തിനും അവരുടെ തേർവാഴ്ചയ്ക്കും അറുതി വെച്ചുകൊണ്ടാണ് ആ ഒരു കോർപ്പറേഷൻ BJP പിടിച്ചത്. അതിനു മുമ്പുള്ള 2 ടൈമും CPM തന്നെയായിരുന്നു. 10-30 വർഷത്തോളം CPM തന്നെ ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കോർപ്പറേഷൻ. പക്ഷേ ആ ജനങ്ങൾ എന്തുകൊണ്ട് ഒന്ന് മാറി ചിന്തിച്ചു? അതാണ് ഏറ്റവും വലിയ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. എന്നാൽ ഇപ്പോൾ BJP ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി കോൺഗ്രസ് തമ്മിൽ അടികൂടുമ്പോഴും പ്രതിപക്ഷ ചർച്ചയ്ക്കായി CPM ഇതുവരെ ഒന്നും സംസാരിക്കാത്തതിലും ഇതുവരെ ഒരു റിയാക്ഷനും അവർ തന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അവർ ഇത്രയും ദിവസം മിണ്ടാതിരിക്കുന്നത്? ഒരു പ്രസ്താവന പോലും ഒരു നേതാവ് ഇതുവരെ കൊടുത്തിട്ടില്ല. ആ വിജയത്തിന് ശേഷമുള്ള ഒരു പ്രസ് മീറ്റിനോ അല്ലെങ്കിൽ ആ ഒരു മറുപടി നൽകലിനോ അല്ലെങ്കിൽ ആ ഒരു പ്രതികരണത്തിനോ ശേഷം ഇതേവരെ ഒരു BJPയിലെ വിജയിച്ച സ്ഥാനാർത്ഥികൾ ഒരു അക്ഷരം പോലും ഇപ്പോൾ നടക്കുന്ന കേരളത്തിലെ ചർച്ചകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ K. സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായിരുന്നു, UDFന് ഭരണം പിടിച്ചാൽ ഒരുപക്ഷെ പാണക്കാട്ടെ കുടുംബമായിരിക്കും ആ ഒരു ഭരണം നയിക്കുക എന്നുള്ളത്. ഇതുപോലുള്ള കേവലം തരം താഴ്ന്ന പ്രസ്താവനകൾ ഇറക്കാൻ വേണ്ടി മാത്രം മാളത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന കുറച്ച് നേതാക്കളുണ്ട്. അവരുടേതായിട്ടുള്ള കുറച്ച് പ്രസ്താവനകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും വളരെ പൊതുവേ സൈലൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് സംശയിക്കാം, അണിയറയിൽ എന്തൊക്കെയോ ചതികളോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളോ കേരളത്തിലേക്ക് ഇടിച്ചു കയറാനുള്ള അതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യുന്നുണ്ടെന്ന്. അതുമാത്രമല്ല, തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം പിടിച്ചിരുന്നപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ ഒരു ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിക്കും എന്ന രീതിയിൽ നടന്നിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിലൂടെ തന്നെ ഈ നിയമസഭയിലേക്ക് കടന്നു കയറാനുള്ള ഒരു വഴി വെട്ടിത്തെളിയിച്ചിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ആ ഒരു പ്രവർത്തനം തന്നെ തുടങ്ങിയത്. നിയമം കേന്ദ്രീകരിച്ച് അയാൾ ഒരു നിയമം മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഈ V. മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ, തൻ്റേതായിട്ടുള്ളൊരു പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഒരു സമയം മാറ്റിവെക്കലായിരുന്നു. ഇപ്പോൾ ഈ പിടിച്ച 3 സീറ്റുകളും, അതായത് നേമം, കഴക്കൂട്ടം, ഇപ്പോൾ ചാത്തന്നൂർ, ഈ 3 സീറ്റുകളും CPയിൽ നിന്നാണ് ഈ BJP പിടിച്ചെടുത്തതെന്നുള്ളത് മറ്റൊരു ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. തൃശ്ശൂരിൽ ലോക്സഭാ ഇലക്ഷൻ നമ്മൾ കണ്ടു, സുരേഷ് ഗോപിക്ക് വമ്പിച്ച ഭൂരിപക്ഷം കിട്ടി. ഇതിലെല്ലാം LDF ഏറ്റവും പിന്നിലാണ്. മറിച്ച് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ക്യാമ്പിൽ അല്ലെങ്കിൽ LDF ക്യാമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അതേ വോട്ടുകൾ തന്നെ ഈ ഒരു LDF ക്യാമ്പിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു വോട്ട് സ്വിച്ചിങ് നടത്തിയതെന്നുള്ളത്. പരസ്പര ധാരണയോടെയുള്ള വോട്ട് സ്വിച്ചിങ് ആയിരുന്നു അത്. എന്നിട്ട് ഇപ്പോൾ CPM BJP ഡീൽ അല്ലെങ്കിൽ UDF BJP ഡീൽ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുമ്പോഴും ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര
അത് പൊതുസമൂഹത്തിന് വ്യക്തമായില്ലെങ്കിലും നേതാക്കന്മാർക്ക് അതൊരു വ്യക്തതയുള്ള കാര്യമാണ്. ഇതിനെ പോലെ ഒരു ഡീല് നടന്നു, അതായത് തൻ്റെ എതിരാളികളെ തോൽപ്പിക്കാൻ ഇതുപോലുള്ളൊരു പാർട്ടി, വർഗീയ പാർട്ടിയെ കൂട്ടുപിടിച്ചതിൻ്റെ ഉള്ളൊരു പിന്നെയുള്ളൊരു ചെയ്ത വികാരം. അത് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ ഇതുപോലുള്ള വർഗീയ പ്രസ്ഥാനങ്ങൾ കയറിയാൽ കേരളത്തിൽ ഇനിയും വർഗീയ കലാപങ്ങളുണ്ടാവും, വർഗീയത വീണ്ടും തലവെക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പോലുള്ള പ്രസ്ഥാനങ്ങൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ലീഗിനെതിരെ ഏറ്റവും കടന്നാക്രമിച്ച ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി. ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് പിണറായി വിജയനോട് ഭയങ്കര മമതയാണ്. അതേസമയം UDF VD സതീശനോട് ഭയങ്കര എതിർപ്പും. കൂടാതെ വെള്ളാപ്പള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മുഖ്യമന്ത്രി അത് ആലപ്പുഴയിൽ നിന്ന് തന്നെ വേണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന്. അപ്പോൾ പരോക്ഷമായി രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ KC വേണുഗോപാലിനെയോ ഈ വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ സമുദായിക നേതാവ് പിന്തുണയ്ക്കുന്നുണ്ട്. ശരിക്കും ഈ വെള്ളാപ്പള്ളി BJP എന്ന പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ മുന്നണി വിട്ടു പോകുന്ന പല വ്യക്തികൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികളും നേരെ ചെന്ന് ചേക്കേറുന്നത് BJPയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഇന്നലത്തെ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊരു വാദമുയർന്നു. അതായത് NDAയിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം അവിടെ ശരിക്കും രാഷ്ട്രീയക്കാരല്ല, അവിടെ കോർപ്പറേറ്റുകളാണ് ഈ ഒരു BJPയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇപ്പോൾ ഈ 2020 സാബുവും ജേക്കബ് പോലെ ഉള്ളവരുണ്ടല്ലോ. അത് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ ഒരു വലിയ കോർപ്പറേറ്റാണ്. ആ ഒരു കോർപ്പറേറ്റിൻ്റെ തന്ത്രമാണ് ഇപ്പോൾ ഈ കേരളത്തിൽ BJP പിടിമുറുക്കാൻ കാരണം. BJPയിൽ നിന്ന് രക്ഷപ്പെട്ട് കോൺഗ്രസിലേക്ക് വന്നൊരു നേതാവുണ്ട്, സന്ദീപ് വാര്യർ. അദ്ദേഹത്തിന്റെ വിജയം അത്രമേൽ മധുരമേറിയതാണെന്ന് പറയാം. കാരണം അത്ര നാൾ BJPയിൽ നിന്ന് ഒരു പൊട്ടിത്തെറിയിൽ നിന്നും നേരെ UDFയിലേക്ക് വന്ന് ആ UDF അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്ത് തൃക്കരിപ്പൂർ മത്സരിപ്പിക്കുകയായിരുന്നു. ഒരുപാട് കടമ്പകൾ കടന്നാണ് ആ ഒരു വിജയം സ്വന്തമാക്കിയത്. അപ്പോൾ ആ ഒരു ദേശീയതയിലേക്ക് എത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിന് ഒരു സ്ഥാനക്കയറ്റം ഉണ്ടായി എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇലക്ഷൻ പ്രചരണത്തിനിടയ്ക്ക് ശോഭാ സുരേന്ദ്രന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, നോട്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോർപ്പറേറ്റുകൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. എതിരാളികളുടെ വോട്ട് തൻ്റെ കയ്യിലേക്ക് വരാൻ എന്തും പർച്ചേസ് ചെയ്യും. നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ ഒരു മണക്കാട് എന്ന് പറയും, തൃശ്ശൂർ മണക്കാട് ഒരു 15ഓളം കോൺഗ്രസ് മെമ്പർമാരാണ് അവർ പർച്ചേസ് ചെയ്തത്. ഒരാൾക്ക് 15 ലക്ഷം. ഒരു ത്രിതല പഞ്ചായത്തിന് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി 15 ലക്ഷം മുടക്കിയവർ നിയമസഭയ്ക്ക് വേണ്ടി എത്ര തുക മുടക്കി കാണും? മന്ത്രി ശിവൻകുട്ടി തന്നെ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് വാഹനങ്ങൾ ഈ തിരുവനന്തപുരത്ത് ഭാഗങ്ങളിൽ കറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അന്ന് ഇതുപോലുള്ള ഒരു അന്വേഷണ ഏജൻസികളായ ഒരു പരിശോധന കർശനമാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ പകരം ഒന്നുകിൽ ശബരിനാഥോ അല്ലെങ്കിൽ V ശിവൻകുട്ടിയോ നിയമസഭയിലേക്ക് വരുമായിരുന്നു. ആ പണത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ ഒരു ബലത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ നിയമസഭയിലെത്തിയത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു തുറന്ന ഒരു വിഷ്വലായിരുന്നു ഈ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ്റെ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം ആ വയോധികയ്ക്ക് കൊണ്ടുപോയി പണം കൈമാറുകയും ചോദിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കുരച്ചു ചാടുകയും ചെയ്തത്. അതോടെ തന്നെ അവരുടേതായിട്ടുള്ള ക്രെഡിബിലിറ്റി അവിടെ തകർന്നു. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു വൻ പരാജയം ഇറക്കേണ്ടി വന്നത്. എങ്കിലും ഈ നിയമസഭാ ഇലക്ഷനിൽ ഇവർക്കുള്ള വോട്ട് വിഹിതം കാര്യമായിട്ട് കുത്തനെ ഉയർന്നിട്ടുണ്ട്. ലോക്സഭാ ഇലക്ഷൻ, ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ, അതിനുശേഷം നിയമസഭാ ഇലക്ഷനിൽ അവരുടെ വോട്ട് ഷെയറിങ് വല്ലാതെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പലയിടത്തും 2ാം സ്ഥാനം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വർഗീയത തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ വർഗീയത മുള പൊട്ടി വരുന്നുണ്ട്. അത് കേരളത്തിൻ്റെ ഭാവിക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഏറ്റവും വലിയ അപകടമായിരിക്കും.